ഇങ്ങനെ വെയിലൊക്കെ കുത്തിയ ആളുകളൊക്കെ കുറേ പേര് പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് കണ്ടോ ഗായ്സ്, ഇത് വെയിലും കുത്തിയിട്ട്, ഈ മാമനാണെങ്കിൽ വെയിലും കുത്തിയിട്ട് അതിൻ്റെ തലയിൽ കൂടെ എന്തോ ഒരു മയിലിൻ്റെ എന്തോ ഒരു തൂലൊക്കെ എന്തോ മൈൽപ്പീലി കൊണ്ടുണ്ടെന്ന് വെച്ചു. പിന്നെ കുറേ ബലൂൺസ് ഒക്കെ കണ്ടോട്ടോ, കളർ ബലൂൺസ് 100 രൂപ എന്തായിരുന്നു. പിന്നെ ഒരു ലൈറ്റ് പോകുന്ന ഒരു വണ്ടി, കുറേ പിള്ളേർ അതിലേക്ക് കയറി അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഐറ്റം വരുന്നത് പറവക്കാവടി ഉണ്ട്. ഇത് പറവക്കാവടി നല്ല രസമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് കാരണം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത് കാണാറുണ്ട്. നല്ല രസം, നിങ്ങൾ കാലിലേക്ക് ഈ ചടലിൽ കൂടെ കുത്തി ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന് പേര് കേട്ടോ പറവക്കാവടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നല്ല രസമാണ്. നോക്കുമ്പോഴേക്കും നല്ല ഇതാണ്, അവരുടെ കാലിൽ കൂടെ ഭസ്മമായിട്ടാണ് കുത്തി ഇറക്കുന്നത്. അപ്പം അതിന് വേദന വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അമ്മാമ്മൻ്റെ വായിൽ ഇതുപോലെ തന്നെ വീണ് കുത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാലിലും സൂര്യൻ കുത്തിയിട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് കളിക്കുന്നുണ്ട്. വേദന ഉണ്ടാവും. കൈകളിൽ പിന്നെ മൈൽപ്പീലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാലിൽ വണ്ടി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നത് സൂര്യക്കാവടിയാണ് കേട്ടോ. സൂര്യൻ്റെ പോലെ ഇതുപോലെ സൂചികളൊക്കെ ഇങ്ങനെ സൈഡിൽ കാണും. എന്നിട്ട് ഈ ചേട്ടനെ അതിൽ കൊരുത്തിടും. അത് നമ്മുടെ പുറം മുഴുവനാണ് കൊരുത്തിടുന്നത്. കൊരുത്തിട്ടിട്ട് ഇതുപോലെ തന്നെ മറ്റേ കമ്പിട്ടിങ്ങനെ മാമൻ്റെ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ആട്ടും. അപ്പോൾ ഇത് ആട് കിടക്കും. അങ്ങനെയാണ്. എന്തൊരു വേദന, എനിക്ക് കാലിലും കുത്തിയിട്ടുണ്ട് കേട്ടോ, പുറത്ത് മാത്രമല്ല കാലിലും കുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ പേര് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും വെയിലൊക്കെ വന്ന് വെയിൽ കുത്തിയ ആളുകളൊക്കെ ഇതും പറക്കക്കാവടിയായിരുന്നു കേട്ടോ. അതും കുത്തി പുറമെല്ലാം അതുപോലെ കുത്തി ഇറക്കിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അമ്പലമാണ് കേട്ടോ, അവർ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മൈക്കാവടി വീണ്ടും വന്നിട്ടോ. ഇത് മൈക്കാവടിയാണ്. ആദ്യം വന്ന ചേട്ടൻ്റെ വെച്ച് മൈക്കാവടി വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഇത് മയിലിൻ്റെ മൈപ്പീലി കൊണ്ട് സൈഡിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, പുറകെ ചെണ്ടമേളം ഉണ്ടായിരുന്നു കേട്ടോ.